അതെ, നമുക്കിന്നൊരു ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റാമ്പ് റോളർ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് A4 ഷീറ്റ് ഉണ്ടാക്കുകയില്ല. അപ്പോൾ അതിലേലും ബുക്കിൻ്റെ പേപ്പർ ആയാലും മതി. ഇതിൽ കാണുന്ന മാതിരി രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ആ ഒരു ചെറിയ പീസിനെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഒട്ടിച്ച് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന സ്പോഞ്ചിൻ്റെ ഷീറ്റില്ലേ, അപ്പോൾ ഈ ഒരു ഷീറ്റ് ആയാൽ കുഴപ്പമില്ല, പിന്നെ നമ്മുടെ സ്പോഞ്ച് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന ആ വലിയ പീസിനെ നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് റോൾ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിൽ ആ തുറന്നിരിക്കുന്ന ഭാഗത്തിന് നമുക്കൊരു പേപ്പർ വെച്ച് അടച്ചു കൊടുക്കാം. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇത് കുറച്ചുകൂടി ക്യൂട്ട് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂ കളർ കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പേപ്പർ എടുക്കുക, ഇതുപോലെ വരയ്ക്കുക. എന്നിട്ട് അടയാളപ്പെടുത്തിയിരുന്ന ഭാഗത്ത് സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറം മടക്കി കൊടുക്കുക. അടുത്ത പരിപാടി ആ ബാക്കിയുള്ള ഭാഗം നമ്മൾ സൈഡിൽ ജസ്റ്റ് ഒന്ന് ആ ഒരു രണ്ട് ഭാഗത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കുക. എന്നിട്ട് ആ ഒരു അറ്റത്തുള്ള രണ്ട് ഭാഗത്ത് രണ്ട് ഓട്ട ഇട്ട് കൊടുക്കുക. ഒരു സൂചി ഉപയോഗിച്ചിട്ട് ഇട്ട് എടുത്താൽ പേപ്പർ കീറാതെ നമുക്ക് കിട്ടുക കേട്ടോ. എന്നിട്ട് ടൂത്ത് ഉപയോഗിച്ചിട്ട് അതിനകത്തോട് കയറ്റിയിട്ട് ആ റോളിനെയും കൂടെ അതിനകത്തോട് കയറ്റിയിട്ട് ഈ ഒരു രീതിയിലാക്കി എടുക്കുക. അപ്പുറം ഇപ്പുറം കൂടി ഒന്ന് അനങ്ങാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. ആ മുകളിലത്തെ ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള സ്റ്റിക്ക് കൂടി അവരെയും കൂടെ എടുത്ത് വയ്ക്കാം. കുറച്ചുകൂടി ക്യൂട്ട് വരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കിറ്റിക്കുട്ടനെയും കൂടി മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ എല്ലാവരുടെ മുമ്പിൽ കുറച്ച് ആളാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കി എല്ലാവരും പിക്കോളൂ കേട്ടോ.